ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ ലെഗ് ക്വാർട്ടറിൽ PSG ആസ്റ്റൺ വില്ല 3-1 പരാജയപ്പെട്ടപ്പോൾ രണ്ടാം ലെഗിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു വലിയ ഒരു ചോദ്യം. പ്രത്യേകിച്ച് 3-1 ഒരു ജയം PSG നേടിയിരിക്കുന്നു. അവർ വില്ല പാർക്കിലേക്ക് വരുന്നു. അപ്പൊ വില്ല പാർക്കിൽ ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ട് ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഒരു റീസർജൻസ് വില്ലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവും. കാരണം ആദ്യ ലെഗിലെ ആ ഒരു പരാജയം, അതിൽ നിന്നുള്ള തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമായിരുന്നു. പ്രത്യേകിച്ച് PSG അത്രയും മികച്ച രീതിയിലാണ് കളിക്കുന്നത്. മികച്ച അറ്റാക്കിംഗ് ഫുട്ബോളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ലൂയിസ് എൻറിക്കയുടെ ശിക്ഷണത്തിൽ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആസ്റ്റൺ വില്ലയുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തായാലും ഗംഭീരമായുള്ള പെർഫോമൻസ് തന്നെയാണ് ആസ്റ്റൺ വില്ല രണ്ടാം ലെഗ് ക്വാർട്ടറിൽ കാഴ്ചവെച്ചത്. അതും 2 ഗോള് 25-27 മിനിറ്റിനുള്ളിൽ 2 ഗോളുകൾ വഴങ്ങിയിട്ട് 5-1 അഗ്രിഗേറ്റ് സ്കോറിൽ പിന്നിൽ നിന്നിട്ടും 3 ഗോളുകൾ വീണ്ടും തിരിച്ചടിച്ച് ഏതാണ്ട് സമനിലയ്ക്കൊപ്പം എത്താൻ അവർക്ക് സാധിച്ചു. ഭാഗ്യമില്ലായ്മയാണ് ആസ്റ്റൺ വില്ലയെ ശരിക്കും ബാധിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം നിർഭാഗ്യം അവരെ ശരിക്കും വേട്ടയാടി. കാരണം 3-2 എന്നുള്ള രീതിയിൽ രണ്ടാം ലെഗിൽ ലീഡ് ചെയ്ത് ഒരു ഗോൾ കൂടി അവർക്ക് നേടാൻ സാധിച്ചിരുന്നെങ്കിൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുമായിരുന്നു. എത്ര ചാൻസ് ആണ് അവർക്ക് ലഭിച്ചത്? ഇപ്പൊ 3-2 ആ ഒരു ലീഡ് നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിരവധി ചാൻസസ് ആസ്റ്റൺ വില്ലയ്ക്ക് ലഭിച്ചിരുന്നു. റാഷ്ഫോർഡിന് ആ രണ്ടാമത്തെ ഗോൾ നേടിയതിന് ശേഷം ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അത് ഡൊണാരൂമ സേവ് ചെയ്തു. പിന്നെ ടീലെമൻസിന്റെ ഒരു ക്ലോസ് റേഞ്ച് ഹെഡർ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അതും വളരെ മാസ്മരികമായ രീതിയിൽ ഡൊണാരൂമ സേവ് ചെയ്തു. പിന്നെ അവസാനം 69-ാം മിനിറ്റിൽ അസെൻസിയോയുടെ ഒരു ഷുവർ ചാൻസ് ഉണ്ടായിരുന്നു. ഗോളി മാത്രം മുന്നിൽ നിൽക്കുകയുള്ള ഒരു ചാൻസ് ആയിരുന്നു. ആ ഷോട്ടും ഡൊണാരൂമയുടെ ഒരു തകർപ്പൻ സേവിൽ ഇല്ലാതായി എന്നുള്ളതാണ്. പിന്നെ അവസാനം കളിയുടെ ഇഞ്ചുറി ടൈമിൽ തിരിച്ചു വന്ന്, അതായത് സ്കോർ ഈക്വലാക്കി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടാനുള്ള ഒരു സുവർണ അവസരം ഉണ്ടായിരുന്നു മാറ്റിസിന്. പക്ഷെ അതും രക്ഷയില്ല. അവിടെ ഡൊണാരൂമയല്ല രക്ഷകനായത്, പാച്ചോയാണ്. പാച്ചോയുടെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് അറ്റംപ്റ്റുകൾ ആസ്റ്റൺ വില്ല സെക്കൻഡ് ഹാഫിൽ നടത്തി. സെക്കൻഡ് ഹാഫിൽ ശരിക്കും PSG വിറപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് വില്ലയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എനിക്കിപ്പോൾ തോന്നുന്നു ആ ഒരു ഫസ്റ്റ് ലെഗിലെ അവസാനത്തെ ന്യൂനോ മെൻഡസ് നേടിയ ആ ഒരു ഗോള് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരത്തിന്റെ റിസൾട്ട് തന്നെ മറിയുമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ 11-ാം മിനിറ്റിൽ തന്നെ ഗോൾ നേടാൻ PSG സാധിച്ചു. അത് ഉനൈ എമറിയുടെ ആ ഒരു കോൺഫിഡൻസ്, ടീമിന്റെ ഒരു കോൺഫിഡൻസിനെ ആദ്യം ശരിക്കും ഒന്ന് ബാധിച്ചു. കാരണം തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ നേടാൻ PSG സാധിച്ചു. അവരങ്ങനെ അവരുടെ അഗ്രിഗേറ്റ് ലീഡ് 4-1 മാറ്റി. ആ ഒരു ഗോള് വന്നത് തന്നെ എമിലിയാനോ മാർട്ടിനസും പിന്നെ പാവു ടോറസും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം അതിൽ നിന്നാണ് ആ ഒരു ഗോള് ഹക്കീമി നേടിയത്. വളരെ ഫ്രീ ആയി നിൽക്കുന്ന ഹക്കീമി റീബൗണ്ടിലൂടെ സ്കോർ ചെയ്യുകയാണ് ഉണ്ടായത്. എമിലിയാനോ മാർട്ടിനസിന്റെ വിഷൻ പാവു ടോറസ് കുറച്ച് മറച്ചു എന്നുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ആദ്യം അദ്ദേഹം തട്ടിയിട്ടു, പക്ഷേ ഹക്കീമി ഫ്രീ ആയി നിൽക്കുന്നുണ്ടായിരുന്നു. ഹക്കീമി അത് സ്കോർ ചെയ്തു. അതിൽ നിന്ന് മുക്തരാകുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചാൻസ് വഴി ഗോൾ നേടാൻ PSG സാധിച്ചു എന്നുള്ളതാണ്. അത് ഒരു ടീം എഫേർട്ട് ആയിരുന്നു. അതിലും ഹക്കീമിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഹക്കീമിൽ നിന്നാണ് പന്ത് ഡെംബെലയ്ക്ക് ലഭിക്കുന്നത്. ഡെംബെല പിന്നെ അത് ഒരു മനോഹരമായുള്ള പാസിലൂടെ ആ ഒരു ഗോൾ സ്കോററായുള്ള ന്യൂനോ മെൻഡസ് നൽകി. മെൻഡസ് ഇപ്പം തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് സ്കോർ ചെയ്യുന്നത്. PSG വേണ്ടി ഗോൾ നേടിയ 2 പേരും വിങ് ബാക്കുകളാണെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. പക്ഷെ അവിടെ നിന്നും തിരിച്ചു വരാൻ അധികം വൈകാതെ തന്നെ 27-ാം മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോള് വഴങ്ങുന്നത്. അപ്പൊ അവിടെ നിന്നും തിരിച്ചു വരാൻ ആസ്റ്റൺ വില്ലയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. 34-ാം മിനിറ്റിൽ തന്നെ ടീലെമൻസ് ഒരു ഗോൾ മടക്കി. അവിടെ റാഷ്ഫോർഡിനൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അതുകൂടാതെ അതൊരു ടീം ഗെയിമിന്റെ റിസൾട്ടായിരുന്നു. നല്ലൊരു ഫിനിഷും കൂടിയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് കളി ശരിക്കും ഒന്ന് ചൂട് പിടിച്ചത്. 3 മിനിറ്റിനുള്ളിൽ 2 ഗോളുകൾ നേടിയാണ് PSG ആസ്റ്റൺ വില്ല ഗംഭീര തിരിച്ചുവരവ് നടത്തി സെക്കൻഡ് ലെഗിൽ 3-2 ലീഡ് സ്വന്തമാക്കിയത്. 55-ാം മിനിറ്റിലും 57-ാം മിനിറ്റിലുമായിരുന്നു. 55-ാം മിനിറ്റിൽ മഗ്ഗിൻ നേടിയ ഗോള് മികച്ചൊരു ഫിനിഷായിരുന്നു, മികച്ചൊരു ഗോളായിരുന്നു. ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു തകർപ്പൻ, ഒരു ബുള്ളറ്റ് ഷോട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഷോട്ടായിരുന്നു. അതാണെങ്കിലും അദ്ദേഹം സ്വന്തം പകുതിയിൽ നിന്ന് ഒറ്റയ്ക്ക് മുന്നേറിയാണ് ആ ഒരു ഗോൾ നേടിയത്. അത് കഴിഞ്ഞ് ആ ഒരു ഗോളിന്റെ ആ ഒരു ആരവം നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ഗോൾ നേടാൻ സാധിച്ചത്. അത് റാഷ്ഫോർഡിന്റെ ഒരു ബ്രില്യൻസ് ആയിരുന്നു. റാഷ്ഫോർഡിന്റെ 2 ഡിഫൻഡർമാരെ, PSG ഡിഫൻഡർമാരെ ഡ്രിബിൾ ചെയ്തുകൊണ്ടാണ് റാഷ്ഫോർഡ് ആ ഗോളടിക്കാൻ ഉള്ള പാകത്തിൽ
ആ ഒരു ഗോൾ കോൺസയ്ക്ക് നൽകിയത്. കോൺസെ അത് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്തു എന്നുള്ളതാണ്. റാഷ്ഫോർഡിന്റെ ഭാഗത്ത് നിന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിനു മുമ്പും കുറേ ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം റാഷ്ഫോർഡ് രണ്ടാമത്തെ ഗോൾ നേടി, അതായത് ആസ്റ്റൺ വില്ല രണ്ടാമത്തെ ഗോൾ നേടി നിൽക്കുന്ന സമയത്ത് റാഷ്ഫോർഡ് അതിന് തൊട്ട്, അതായത് ഈ 3 മിനിറ്റിനിടെ, ആ ഒരു ഗ്യാപ്പിനിടെ റാഷ്ഫോർഡിന് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു, ഒരു തകർപ്പൻ ഷോട്ടായിരുന്നു. പക്ഷേ ഡൊണാരുമ്മയുടെ ഒരു പെർഫോമൻസ് അത് ശരിക്കും ആസ്റ്റൺ വില്ലയ്ക്ക് വിലങ്ങുതടിയായി മാറി എന്നുള്ളതാണ്. പിന്നെ ഇപ്പുറത്ത് പറയുകയാണെങ്കിൽ എമിലിയാനോയ്ക്ക് ആദ്യം ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊരു നല്ലൊരു സേവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡൊണാരുമ്മ ഈ ഒരു കളി ശരിക്കും PSG വേണ്ടി ഹൈജാക്ക് ചെയ്തെന്ന് പറയേണ്ടി വരും. കാരണം ഒരു 3-4 തകർപ്പൻ സേവുകൾ, അതാണ് ഈ കളിയുടെ ഗതി മാറ്റിമറിച്ചത്. എന്തായാലും ആസ്റ്റൺ വില്ലയ്ക്ക് തലയുയർത്തി തന്നെ നിൽക്കാം. വർഷങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ തിരികെ എത്തി ക്വാർട്ടർ വരെ അവർക്ക് മുന്നേറാൻ സാധിച്ചു. സെമിയുടെ വക്കിൽ എത്തി എന്ന് പറയേണ്ടി വരും. എന്തായാലും നല്ല ഒരു പെർഫോമൻസ് തന്നെ, വിരോചിതമായുള്ള ഒരു പ്രകടനം തന്നെയാണ് ആസ്റ്റൺ വില്ല കാഴ്ചവെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉനൈ എമറിയുടെ ടീമിന് തല ഉയർത്തി തന്നെ മടങ്ങാൻ സാധിക്കും. ഇപ്പോൾ PSG സംബന്ധിച്ച് PSG ഒരു പുതിയ ബ്രാൻഡ് ന്യൂ PSG ആണ്. അവർ മികച്ച ടീമാണ്. ഈ ഒരു മത്സരത്തിൽ അവർ സ്ട്രഗിൾ ചെയ്തെങ്കിൽ പോലും അവരുടെ ഒരു ടോട്ടൽ പെർഫോമൻസ് നമുക്കറിയാം. അപ്പം ഒരു ബാസയ്ക്കൊപ്പം തന്നെ ഒരു ഹോട്ട് ഫേവറേറ്റ്സ് ആയിട്ട് ഇപ്പം എല്ലാവരും ആ ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടീമാണ് PSG. എന്തായാലും നമുക്കിനി PSG എതിരാളികൾ ആരാണെന്നുള്ളത് നോക്കാം. അത് റയൽ മാഡ്രിഡ് ആണോ ആർസണലാണോ, എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.